ഹലോ ഡിയേഴ്സ്, മംഗല്യം തന്തുനാനേന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു കലക്കൻ എപ്പിസോഡ് തന്നെയാണ്. നമ്മുടെ നിധി ഗൗതം കല്യാണത്തിന് ഒരുങ്ങുകയാണല്ലേ. ആ ഒരുങ്ങുന്ന ടൈമിൽ രേണുക വരുന്നുണ്ട് വസുന്ധരയുടെ അടുത്തേക്ക്. എൻ്റെ മോളെവിടെ മാഡം കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നിധിയുടെ റൂമിലോട്ട് പോയിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ശരി, ഞാൻ എൻ്റെ മോളെ ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞ രേണുക അങ്ങനെ രേണുക മകളെ കാണാനായി റൂമിലോട്ട് പോവുകയാണ്. അവിടെ ശിവാനി ഉണ്ടാവില്ലേ. ശിവാനിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ശിവാനി ആ സമയം വസുന്ധരയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. വസുന്ധര ശിവാനിയെ കണ്ടതും ചോദിക്കും, ശിവാനി എന്തായി, പ്ലാൻ വർക്കൗട്ടായോ എന്ന് പറഞ്ഞ് ചോദിക്കണം. ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മാഡം. അപ്പോൾ നമ്മുടെ വസുന്ധരയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. എന്തായാലും ശിവാനി എല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും അവൾ മുഖം ചൊറിഞ്ഞ് ഓടി വരും. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദേവ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ പ്ലാൻ ചെയ്തത് ഉറപ്പായി നടക്കും. ഫസ്റ്റ് നൈറ്റ് ഒന്നും നടക്കില്ല, കല്യാണം നടക്കില്ല എന്നുള്ള കാര്യമൊക്കെ വസുവും ശിവാനിയും കൂടി ഇങ്ങനെ പരസ്പരം സംസാരിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രേണുക എന്താ ചെയ്യുന്നത്, അവിടെ പോയി ശിവാനി 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 പറഞ്ഞ് എല്ലാം അവിടെയും വിളിക്കണം. റൂമിൽ എവിടെയും തന്നെ ശിവാനിയെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു മേക്കപ്പ് സെറ്റ്, എല്ലാ മേക്കപ്പ് സെറ്റും നിധി നിരത്തി വെച്ചിരിക്കുകയാണ് അല്ലേ, ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ. അത് കാണുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ രേണുകയ്ക്ക് ഒരാഗ്രഹം, അവൾ മാത്രം സുന്ദരിയാവണ്ട, എൻ്റെ മോൾക്ക് ഞാൻ ഇത് കൊണ്ടേ കൊടുക്കാം. ഇതിട്ടിട്ടാണ് ഗൗതമിനെ അവൾ വശത്താക്കിയത്. അപ്പോൾ ഈ പൊടി തന്നെ ശിവാനിക്ക് കൊണ്ടേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം എടുത്ത് നോക്കുകയാണ്. നോക്കുമ്പോൾ അതിലൊരു പൊടിയെടുത്ത് മണക്കും. അതായത് ശിവാനി കലത്തി വെച്ച ആ പൊടിയെടുത്ത് ആ പൗഡർ എടുത്ത് മണത്ത് നോക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലായിരിക്കും, സൂപ്പർ മണമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇതുകൊണ്ടാണ് ഇല്ലേ ഗൗതമിനെ അവൾ വശത്താക്കുന്നത്, ഇനി അവളിത് ഉപയോഗിക്കണ്ട, ഇനി ശിവാനി ഉപയോഗിച്ചാൽ മതി പറഞ്ഞിട്ട് അത് എടുക്കുകയാണ്. എടുത്തിട്ട് എൻ്റെ മോൾക്ക് മാത്രം എന്തിനാ കൊടുക്കുന്നത്, എനിക്കും കുറച്ചിടാലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം രേണുക ആ പൗഡറെല്ലാം കൂടെ വാരി മുഖത്ത് തേക്കുകയാണ്. തേച്ചത് എന്താവും, അപ്പം തന്നെ അലറി വിളിക്കാൻ തുടങ്ങും. ഒരേ കത്തലായിരിക്കും കേട്ടോ, വേദനിച്ചിട്ട് ചൊറിച്ചിലാണല്ലോ, ഒരേ കത്തലായിരിക്കും. പിന്നെ സ്റ്റേജിൻ്റെ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം നിധിയെ വിളിച്ചത് വേറെ ഒന്നിനല്ല, ഒരു പുതിയ കമ്പനി മാനേജറെ കണ്ടിട്ടുണ്ട്, അവരെ പരിചയപ്പെടുത്തി കൊടുക്കാനും ഇതെൻ്റെ വൈഫാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവർ ആ ഭാഗത്ത് നിൽക്കുകയാണ്. ശിവാനിയും വസുവും കൂടെ ഈ സംസാരിച്ച് ഇപ്പുറത്തെ സൈഡ് നിൽക്കുകയാണ്. അങ്ങനെ ഒരു അലറി വിളിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. ആദ്യം അവിടെ എത്തുന്നത് നിധിയും ഗൗതമമാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞത് എന്ത് പറ്റി അമ്മായി ചോദിക്കുമ്പോൾ അവളുടെ ഈ പൊടി ഇട്ടിട്ടാണ് എൻ്റെ മുഖം നോക്ക് ചൊറിയാൻ തുടങ്ങി പറയുമ്പോൾ, അയ്യോ ഞാനിത് മുമ്പിൽ നിന്ന് വരുത്തിച്ചതാണല്ലോ സ്പെഷ്യലായിട്ട്, ഒരുപാട് പൈസ കൊടുത്തു എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ ഇതിട്ടിട്ടാണല്ലോ പോയത്, അപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ട് നിധിയും പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കുന്നില്ല. അവർ വീണ്ടും നമ്മുടെ രേണുക കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിധിയും ഗൗതമും അയ്യോ എന്ത് ചെയ്യും ഇനി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിലാണ് നമ്മുടെ വസുവും ശിവാനിയും കൂടെ റൂമിലോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് എന്ത് പണി അമ്മയെ കാട്ടിയത്, നിങ്ങൾ എന്തിനാത് ഇടാൻ പോയി പറഞ്ഞിട്ട് ശിവാനിയും വസുവും ഒക്കെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോയി മുഖം കഴുകാൻ പറയണം. കഴുകി കഴിഞ്ഞിട്ടും ചൊറിച്ചിലേ മാറുന്നില്ല, നല്ല നീറ്റിലും ചൊറിച്ചിലുമാണ്. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ തേക്കാൻ പറയും, എന്നിട്ടും അതൊന്നും രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ശിവാനിയുടെ അടുത്ത് വസു പറയണം, നിൻ്റെ അമ്മയെ കൊണ്ടൊരു ശല്യം ഉപകാരത്തിനുമില്ല, ഉപകരിക്കില്ല, എന്നാൽ ഉപദ്രവിക്കാൻ മാത്രമേ ഉള്ളൂ, എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം കുളവാക്കി തരുന്നത് നിൻ്റെ അമ്മയാണ്, നിൻ്റെ അമ്മയെ കൊണ്ട് എനിക്ക് മതിയാവുന്നുണ്ട് ശിവാനി എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ വഴക്ക് പറയണം വസു. എന്നിട്ട് ആൻറ്റി ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ശിവാനി അമ്മയെ കൂട്ടി പോവണം. ഇത് കണ്ടു നിന്ന നമ്മുടെ നിധിക്ക് മനസ്സിലാവും ഇതെല്ലാം വസുന്ധരയുടെ പ്ലാനാണെന്ന്. അപ്പം നിധി പറയണം, സ്വന്തം മകനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, മകനിക്ക് ഫസ്റ്റ് നൈറ്റാണ്, കല്യാണമാണ്, ബർത്ത്ഡേ ഫംഗ്ഷനാണ്, ഇതെല്ലാമാണ്. ഈ ഒരു സന്ദർഭത്തിലും എന്നെ ഉപദ്രവിക്കണം എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പം നിങ്ങൾ എന്ത് നീചിയായ സ്ത്രീയാണ്, നിങ്ങൾക്ക് മകനോട് ഒട്ടും സ്നേഹമില്ല, നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിധി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പാർട്ടി നടക്കാനായി ഒരുങ്ങി. ബർത്ത്ഡേ പാർട്ടിയാണല്ലോ നടക്കുന്നത്. അതിനു വേണ്ടി ഒരുങ്ങുന്ന ടൈമിൽ വസു വേറൊരു പ്ലാൻ ഇടും. ദേവയുണ്ടല്ലോ, ദേവയുടെ അടുത്ത് ബൊക്കെ കൊടുത്തു വിടാം, ഒരു സൂചി കൊടുത്തു വിടാം, എന്നിട്ട് ആ സൂചി അവളുടെ കയ്യിൽ തറയ്ക്കുമ്പോഴേക്കും അവൾ തലകറങ്ങി വീഴാം. അങ്ങനെയൊക്കെയായി അടുത്ത പ്ലാന്. ശരിയെന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നു, ബൊക്കെ കൊടുക്കുന്നു, പക്ഷേ സൂചി കൊണ്ട് കുത്തുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഗൗതമിന് ഡൗട്ട് അടിക്കുകയാണ്, ഇത് മുടക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോലീസിനെ രഹസ്യമായിട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയും, പോലീസ് പ്രൊട്ടക്ഷൻ വേണം,
ഞങ്ങളുടെ ജീവൻ ആപത്താണ്, പക്ഷെ ആരും അറിയാൻ പറ്റില്ല, ആരും അറിയാതെയായിരിക്കണം സെക്യൂരിറ്റികൾ നിൽക്കേണ്ടത് എന്ന് പറയണം. അപ്പോൾ അതിനുള്ള വഴിയെല്ലാം ഗൗതം ഒരുക്കി കഴിഞ്ഞു. പിന്നീട് വരുന്നത് ഒരു ദേവദൂതൻ, നമ്മുടെ നിധിയുടെ അച്ഛനല്ലേ, നിധീനെ പഠിപ്പിച്ച ആളാണ് അടുത്തതായിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ പുതിയ കമ്പനി മാനേജറാണ്, നിങ്ങളുടെ കമ്പനിയായിട്ട് എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് വേണം എന്നെല്ലാം സംസാരിക്കുന്നുണ്ട്. അയാളെ കണ്ടതും ആ കോടീശ്വരനെ കണ്ടതും നിധി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മനസ്സിൽ ഫുൾ സന്തോഷമാണ് കേട്ടോ, ശരിക്കും സർപ്രൈസായി, ഒട്ടും വരുന്ന പ്രതീക്ഷിച്ചില്ല അച്ഛൻ. അപ്പോൾ നിധി സന്തോഷത്തിലാണ്. പക്ഷേ ഈ രംഗം കണ്ട് നമ്മുടെ ഗോപി, അതേപോലെ പാറു, വസുവൊക്കെ ശരിക്കും ഷോക്കായി നിൽക്കുകയാണ്. വസു 30 വർഷത്തെ കഥ പറയുന്നുണ്ടല്ലോ, ആ ഒളിപ്പിച്ച് വെച്ച രഹസ്യവും പാറു പറയുന്ന 30 വർഷത്തെ രഹസ്യമായി സൂക്ഷിച്ച ആ ഒരു രഹസ്യവും എല്ലാ കാര്യങ്ങളും 30 വർഷത്തിന് മുമ്പ് നടന്നത് എന്താണോ അതെല്ലാം പൊളിയാൻ പോവുകയാണ്. ഈ വന്ന ആൾ നമ്മുടെ ഗൗതമിൻ്റെ അച്ഛനായിരിക്കും, വസുവിൻ്റെ കാമുകനാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇനി കഥൻ്റെ പോക്ക്. എന്തായാലും ഒരു ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളും നടക്കുമെങ്കിലും ഇപ്പം രേണുക ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. രേണുകൻ്റെ മുഖം വല്ലാണ്ടായിട്ടുണ്ട് ചൊറിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കിടുക്കാഴ്ച എപ്പിസോഡാണ്. നമ്മുടെ നിധിക്ക് വെക്കുന്ന പണി, അന്നും ഇതേപോലെ പായസത്തിൽ വിഷം കലർത്തി, അത് കിട്ടിയത് രേണുകയ്ക്കാണ്. രേണുക കാരണമാണ് നമ്മുടെ നിധി എപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് മറക്കാതെ കാണണം. എൻ്റെ റിവ്യൂ കേട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ.